കിണറുകൾ നമ്മുടെ സമ്പത്താണെന്ന് പറയുന്നത് ഇതാണ്. 60 അടിയാണ് ഇത് താഴ്ച. ഇതിന്നാണ് ഈ കൃഷിയൊക്കെ ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ആദരവ് കൊടുക്കണേ. അതായത് ഈ വെള്ളം നമുക്ക് എന്താ അറിയോ, ഒരാളെയും ഓച്ചാനിച്ച് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സ്വയം പര്യാപ്തതയാണ്. ഇപ്പോൾ ഈ കിണറ്റിൽ അമിതമായിട്ടുള്ള വെള്ളം അങ്ങനെ ഏതാണ് ഓയിൽ ഏതാണ് ഓവർഫ്ലോ പോകുന്നതാണ് അത് അല്ലേ. അതിൽ കൂടി ഓവർഫ്ലോ വന്നിട്ട് ഇതിന്ന് പിന്നെ ഈ വെള്ളമാണ് ഇതല്ലേ ഇങ്ങനെ ഓവർഫ്ലോ വന്ന് ഈ വെള്ളം ഇതിങ്ങനെ ഇതിന്ന് ഇവിടെ നിൽക്കും. ഇതിങ്ങനെ കുറേശ്ശെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് അങ്ങനെ അങ്ങോട്ട് പുഴയിലോട്ട് പോകും. ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു തോടിൻ്റെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു തോടിൻ്റെ ഉത്ഭവമാണ്. പിന്നെ എന്താണ്, പിന്നെ വലിയ തോടുകൾ, പിന്നെ അതിലും പിന്നെ പുഴകൾ. അപ്പോൾ ഒരു മുകൾ ഭാഗത്തുള്ളൊരു കുളം ഒരു ചെറിയ ഒരു പുഴനത്തിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പല മലയുടെ ഏരിയകളിലൊക്കെ തന്നെ, നമ്മളെ ഹിൽസിൻ്റെ ഏരിയയിലൊക്കെ തന്നെ നമ്മളെ ഫോറസ്റ്റൊക്കെ ഈ ഡ്രൈ മരങ്ങൾ വെച്ച് കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഞാൻ കാണിക്കണം. എന്താ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ പൊന്നൻ്റെ കൃഷി സ്ഥലത്തേക്ക് വന്നിട്ടിപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഈ കുട്ടിയുടെ കൃഷിയും പഠിക്കാൻ പറ്റി. അപ്പോൾ ഇത് നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ മക്കളെയൊക്കെ നമ്മൾ രക്ഷിതാക്കളെ കൂടെ കൊടുത്തിട്ട് കൃഷി പഠിപ്പിക്കണം. മറ്റുള്ള വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇത് പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ.